കാൽപ്പാടുകൾ തേടി കണ്ണൂർ ജില്ലയിലെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂൾ ഒരുക്കിയ ഡോക്യുമെന്ററിയുടെ പേരാണിത്. നമുക്ക് സ്വാഗതം ചെയ്യാം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹൈസ്കൂൾ മുഖേരിയെ വേദിയിലേക്ക്. ഒപ്പം കാൽപ്പാടുകൾ തേടിയുള്ള അവരുടെ യാത്രയുടെ വിശേഷങ്ങളും അറിയാം. രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളിലേക്ക്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന മൊകേരി ഗ്രാമത്തിൽ അറിവിന്റെ വെളിച്ചം പകരാനായി വള്ളിയായി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച വിദ്യാലയമാണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വെറും 15 വർഷത്തെ വിദ്യാഭ്യാസ ചരിത്രം മാത്രമേ ഉള്ളുവെങ്കിലും എല്ലാ വർഷവും 100% വിജയം കൈവരിക്കാൻ ഈ വിദ്യാലയത്തിനു കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് മലയാളം മീഡിയങ്ങളിൽ 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ വിജയത്തിനു പിന്നിൽ പരിചയസമ്പന്നരായ 90-ൽ പരം അധ്യാപക അനധ്യാപകരുടെ കൂട്ടായ്മയാണ്. സർ, 15 വർഷം മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങളുടെ ഈ സ്കൂൾ തുടങ്ങിയിട്ട്. മാത്രമല്ല വളരെ നല്ല വിജയ ശതമാനവുമാണ് എല്ലാ വർഷവും, അല്ലേ? എന്തായാലും ഇന്ന് ജൂറി പാനലിന് മുമ്പായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പഠനാനുബന്ധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിദ്യാലയത്തിലൂടെ സമൂഹത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ളതായ മറ്റ് പ്രവർത്തനങ്ങൾ. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ. നിങ്ങൾ ഈ കാൽപ്പാടുകൾ തേടി ആയിരുന്നു ഒരു വലിയൊരു സംഗതിയായിട്ട് പറഞ്ഞത്, ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എന്തായിരുന്നു ആ പ്രവർത്തനം? എന്തായിരുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത്? അതായത് ഞങ്ങൾ ഒരു പഠനയാത്ര നടത്തിയിരുന്നു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ യാത്രയുടെ അടിസ്ഥാനത്തിലാണ് ആ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് മലയാള സാഹിത്യത്തിന് വൻ സംഭാവനകൾ നൽകിയ സാഹിത്യകാരന്മാരുടെ, മൺമറഞ്ഞു പോയ സാഹിത്യകാരന്മാരുടെ വീടുകളും അവരുടെ മ്യൂസിയങ്ങളും സന്ദർശിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ആ യാത്രയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുൻപില്ലാതിരുന്ന എന്ത് പുതിയ അറിവുകളാണ് കിട്ടിയത്? അതായത് ആ സാഹിത്യകാരന്മാരെ കുറിച്ച് നമ്മൾ ബാഹ്യമായ കുറച്ച് കാര്യങ്ങളെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുറിച്ച് നമ്മൾ വായിച്ചറിഞ്ഞ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ ഞങ്ങൾ ബഷീറിന്റെ ഭാര്യയുമായി ആശയവിനിമയം നടത്തി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ, ബഷീറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. വായിച്ചറിയാൻ കഴിഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. എത്ര പേരുണ്ടായിരുന്നു ആ കൂട്ടത്തിലെ കുട്ടികള്? പഠനയാത്രക്ക് വന്ന എല്ലാവരും ഉണ്ടായിരുന്നു. 10-75 കുട്ടികൾ. 25 പേര് പോയി കണ്ടു. അപ്പം നിങ്ങളുടെ സ്കൂൾ മറ്റു കുട്ടികളുമായിട്ട് ഈ അനുഭവം എങ്ങനെ പങ്കുവച്ചു നിങ്ങൾ? അവർക്കും കൂടെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 25 പേര് പോയി ബഷീറിന്റെ വീട് സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ 75 പേര് നമ്മൾ അനുഭവിച്ച അതേ ഫീലിങ്സ് അവർക്ക് ഈ ഡോക്യുമെന്ററിയിലൂടെ ലഭിക്കുമല്ലോ. നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഡോക്യുമെന്ററിയിൽ നമ്മൾ ഉൾപ്പെടുത്തി അവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയ അതേ അറിവ് ഇതിലൂടെ അവർക്കും ലഭിക്കും. നിങ്ങൾ ചെയ്ത മറ്റൊരു പ്രവർത്തനമാണ് ജീനി മാത്സ്, അല്ലേ? ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ആദ്യം ഒരു ഗണിത അഭിരുചിയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ സ്പെഷ്യൽ പ്രോഗ്രാം. എനിക്ക് മറിച്ചാ തോന്നുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടാതെ പോകുന്നവരിലാണ് അഭിരുചി ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? 8ാം ക്ലാസ്സിലെ മുഴുവനും കുട്ടികളിലും 5, 6, 7 പഠിച്ച പാഠഭാഗങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിച്ചത്, യുക്തിയുടെ അടിസ്ഥാനത്തിൽ. ഇതിൽ നിന്നും ക്രീം ആയിട്ടുള്ള കുട്ടികളെയാണ് ജീനി മാത്സ് ഉൾപ്പെടുന്നത്. എന്റെ ചോദ്യം. മറ്റൊരു വിഭാഗത്തെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകര് അവരെ പടിപടിയെ ഉയർത്തിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ അതിനെന്ത് ചെയ്തു? നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കോച്ചിങ് നടക്കാം. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഊന്നൽ കൊടുത്ത് പറയേണ്ടത്. ഈ ക്രീമിനെ എങ്ങനെ നിങ്ങളെ കൂടുതൽ മനോഹരമാക്കി എന്നുള്ളതിന് പകരം ക്രീം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയ കുട്ടികളെ എങ്ങനെ ഒപ്പം എത്തിക്കാൻ എന്ത് പ്രവർത്തനം നടത്തി? മൂന്നാമതൊരു വിഭാഗം, അതെന്ത് പ്രവർത്തനമാണ് നടത്തിയത്? അത് നമ്മൾ നടക്കുകയാണ് ടീം ടീച്ചിങ് ആയിട്ട്. നമ്മൾ ഓരോ 50 വീതമുള്ള കുട്ടികളെ നമ്മൾ വലിയൊരു ഹാളിൽ ഇരുത്തിക്കും. മാത്തമാറ്റിക്സിൻ്റെ ആളുകൾ ഞായറാഴ്ച ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഉദാഹരണം പരപ്പളവും വിസ്തീർണവും അല്ലെങ്കിൽ ചുറ്റളവും. ഈ ടെസ്റ്റ് നിങ്ങൾ
ഈ പ്രവർത്തനം നടത്തുന്നതിന് മുൻപും പിൻപും നടത്തി എന്ത് മെച്ചമുണ്ടായി എന്ന് വിലയിരുത്തിയോ? വിലയിരുത്തി കഴിഞ്ഞു. അതിൻ്റെ എന്തെങ്കിലും റിപ്പോർട്ടുണ്ടോ, ഡോക്യുമെൻ്റ് ഉണ്ടോ? ഡോക്യുമെന്റ് നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ മനസ്സിലായി. നമ്മൾ പിന്നെ 8ാം തരം എത്തുമ്പോൾ 8ാം തരം പകുതി ആകുമ്പോഴത്തേക്കെങ്കിലും ശരി, മറ്റു കുട്ടികൾ നിലവാരത്തിലെത്താൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് എത്രമാത്രം ഫലപ്രദമായി എന്ന് അറിയണമെങ്കിൽ ഒരു ഇവാലുവേഷൻ അതിന് ശേഷം നടത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വർഷം തുടങ്ങിയതുള്ളൂ സർ. സാധാരണ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്റ്റാഫ് സെക്രട്ടറി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് സാധാരണയായിട്ട് കൂടുതൽ സഹകരിക്കാറുള്ളത്. പിന്നെ മറ്റൊന്ന് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇത് ഓരോ പണിയും 2-3 മാഷന്മാരെ തലയിലായിരിക്കും. യുവനോത്സവം നടത്തുന്നുണ്ടെങ്കിൽ ഒരു തന്നെ നടത്തിക്കൊള്ളുക. പിന്നെ നമ്മൾ കുറേ കുട്ടികളെ എക്സ്കർഷന് കൊണ്ടുപോകണമെങ്കിൽ അതിന് കുറേ ആളുകൾ തന്നെയായിരിക്കുക. നമ്മുടെ സ്കൂളിൽ അങ്ങനെയൊക്കെയാണോ അതല്ല എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ടോ? നമ്മുടെ വിദ്യാലയത്തിൽ 82ഓളം അധ്യാപകരും 7 അനധ്യാപകരുമാണുള്ളത്. സ്റ്റാഫ് കൗൺസിൽ കൂടിയിട്ടാണ് അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പിന്തുണ നൽകുന്നത്. വാല്യൂ ക്ലബ്ബ് ഒരു പുതുതായ ക്ലബ്ബാണെന്ന് തോന്നുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ അത് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന സാമ്പത്തികവും മറ്റ് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സ്റ്റാഫിൻ്റെ ഒരുമിച്ചുള്ള പ്രവർത്തന ഫലമായിട്ടാണ് കിട്ടുന്നത്. രമേശ്, ഞങ്ങളൊക്കെ അങ്ങ് സ്കൂളിൽ വരികയാണ്. അവിടെ വന്നാൽ ഞങ്ങളെ കൊണ്ടുപോയി ഇതാദ്യം ഞങ്ങൾക്ക് കാണിക്കേണ്ടത് ഇതാണ് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താണ് അവിടെ കാണിക്കുക? പ്രത്യേകിച്ചിട്ട് ഞാൻ കുറെ വായനയോട് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ലൈബ്രറി കാണിച്ചു തരും. കുറെ ബുക്കുകളുണ്ട്, 5-6 ഷെൽഫുകളിലായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ താല്പര്യം അതിലായതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാം അവിടെ കൂട്ടിക്കൊണ്ടുപോകാം. ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകം ഏതാണ്? ഏറ്റവും ഒടുവിൽ 6ാമത്തെ പെൺകുട്ടി. ആരെഴുതിയതാ? സേതു. സേതുവിന്റെ ഒരു പ്രസിദ്ധമായ നോവലിന്റെ പേര് പറ. ഞാൻ അധികം സേതുവിനെ വായിച്ചിട്ടില്ല. ആദ്യമായിട്ട് എന്ന് പറയാം ഈ 6ാമത്തെ പെൺകുട്ടി. സേതുവിന്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ പാണ്ഡവപുരമാണ് കേട്ടോ. വേറെ നോവലുകളുണ്ട്, ഇപ്പൊ തൽക്കാലം അത് വായിക്കാം ആദ്യം. നിങ്ങൾ സ്കൂൾ ഫണ്ടിന്റെ വിനിയോഗം കുട്ടികളുമായി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളോട് എങ്ങനെയാണ് അത് ചർച്ച ചെയ്തിട്ടുള്ളത്? സ്കൂൾ ഒരു പാർലമെൻ്റ് ഉണ്ട്. അതിലുള്ള ക്ലാസ് ലീഡേഴ്സും പിന്നെ സ്കൂൾ ലീഡറും ചേർന്നാണ്. അപ്പോൾ HMഉം എങ്ങനെയാണ് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള തീരുമാനം അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ അറിയിക്കുകയാണോ അതോ ചർച്ച ചെയ്യുകയാണോ? രണ്ടും തമ്മിൽ വ്യത്യാസം. ചർച്ച ചെയ്യാം. അടുത്ത കാലത്ത് നടന്ന ഒരു ചർച്ചയിൽ എന്തിനെ പറ്റിയാണ്? ഏത് ടീച്ചറെ, ഇപ്പോൾ ഈ മാസം നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു. അതിൽ ചർച്ച ചെയ്തത് ഇപ്പം കഴിഞ്ഞ 19-ാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് സബ് ജില്ലയുടെ ശാസ്ത്ര ഗണിതശാസ്ത്ര മേള നടന്നത്. അപ്പോൾ ആ മേളയുടെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ. അല്ല, ഫണ്ട് വിനിയോഗമാണ് ഞാൻ ചോദിച്ചത്. ഫണ്ട് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം, പിന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് എത്ര പൈസ എടുക്കണം, അത് അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും പിരിവെടുത്തോ? വിദ്യാർത്ഥികളിൽ നിന്ന് സബ് ജില്ലയിൽ നിന്ന് ഒരു പൈസ 25 രൂപ പിരിക്കാൻ പറഞ്ഞു. പിന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് അത്തരത്തിൽ. നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ എത്ര രൂപ പിരിഞ്ഞു കിട്ടി? അത് ചർച്ച ചെയ്തില്ലേ? അത് ചർച്ച ചെയ്തില്ലേ? 2 ലക്ഷത്തോളാണ് എസ്റ്റിമേറ്റ് ഇട്ടത്. ഏകദേശം വിദ്യാർത്ഥികളിൽ നിന്നും അതിന് ആവശ്യമായ രൂപയും പിന്നെ അധ്യാപകരിൽ നിന്നും നല്ലൊരു തുകയും പിരിഞ്ഞു കിട്ടി. 2 ലക്ഷത്തോളം തന്നെ പിരിഞ്ഞു കിട്ടി. നിങ്ങളുടെ സ്കൂളിൽ തന്നെയാണ്? അത് വളരെ നല്ല. ടീച്ചർ മറ്റ് വീടുകൾ സന്ദർശിച്ചിട്ടും പൈസ വാങ്ങുന്നുണ്ട്. 95 സ്ഥാപിച്ച സ്കൂളാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ പഠിച്ചവരിൽ ഉന്നത നിലവാരത്തിലെത്തിയവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയ വീണ്ടും തിരിച്ചു വന്ന അവർക്ക് പിൽക്കാലത്ത് നേടിയ അറിവ് പകർന്നു തന്നവരായിട്ട് ആരൊക്കെയുണ്ട്? സബിൻ പറഞ്ഞൊരു വിദ്യാർത്ഥി. ആര്? സബിൻ. എന്താണ്, തിരിച്ചു വന്നോ സ്കൂളിൽ? തിരിച്ചു വന്നതല്ല, അവര് ഒരു ഡോക്ടറായി. അപ്പോൾ ആ ജോലിയൊക്കെ കിട്ടി ഉന്നത നിലയിലെത്തി. ആ സന്തോഷം ഞങ്ങളോട് പങ്കുവെക്കാനും അവരുടെ അറിവ്, അതായത് ഞങ്ങൾക്ക് പുതിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ. എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് പറഞ്ഞത്? ഡോക്ടർ എന്ന നിലയിൽ വൈദ്യശാസ്ത്രമായിരിക്കുമല്ലോ. അപ്പോൾ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങളുമായിട്ട്. എന്താണ് സത്യത്തിൽ ജിഷ്ണുപ്രിയ, എന്താണ് നിങ്ങളുടെ സ്കൂൾ സമൂഹത്തിന് നൽകുന്ന വലിയ നേട്ടം? അത് സ്റ്റുഡൻറ് പോലീസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ ഒരു സർവേ നടത്തിയിരുന്നു. ഞങ്ങൾ പ്രദേശത്ത് അക്രമ പ്രവർത്തനങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആ സർവേയിലൂടെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
8th സ്റ്റാൻഡേർഡ് വരെ എത്താത്ത ആൾക്കാരാണ് അക്രമ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലും പോകുന്നത്. അത് വളരെ നല്ലൊരു ഫൈൻഡിങ് ആണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും കൂടുതൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ? അതെങ്ങനെയാണ്? തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റുഡൻറ് പോലീസ് അംഗങ്ങളാണ് അതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ. വളരെ നല്ല ഉത്തരവാണ്. 2009 അന്തർദേശീയ ജ്യോതിശാസ്ത്ര വർഷമായിരുന്നു. നിങ്ങളുടെ മനോഹരമായ തെളിഞ്ഞ ആകാശത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു? ഒന്ന്, നമ്മുടെ സ്കൂളിലെ സയൻസ് ക്ലബ്ബും സോഷ്യൽ സയൻസ് ക്ലബ്ബും ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തിൽ വാന നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ക്ലാസും ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ടെലസ്കോപ്പ് നമ്മുടെ വിദ്യാലയത്തിൽ ഒന്നുണ്ട്. കൂടാതെ പഞ്ചായത്തിൻ്റെ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്ത മുഴുവൻ വിദ്യാലയങ്ങളിലെയും പ്രൈമറി വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുള്ള ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൻ്റെ ഭാഗമായി വാന നിരീക്ഷണം, നക്ഷത്രങ്ങളെ പരിചയപ്പെടൽ, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ വിദ്യാലയത്തിൽ മാത്രമല്ല മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് വാന നിരീക്ഷണം നടത്താൻ ആവശ്യമായ സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. നിങ്ങളുടെ സ്കൂളിൽ എത്ര കുട്ടികൾ പാൻ പരാഗ് ഉപയോഗിക്കുന്നു? ഞങ്ങളുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഇതുവരെ ഇങ്ങനെയൊരു പ്രവണത കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞാനിത് മറ്റു കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതിന് ബോധവൽക്കരണം നടത്തും. കാരണം മിക്കവാറും സ്കൂളുകളുടെ അടുത്ത് ഈ വക സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് കാണില്ലായിരിക്കും. മറ്റു കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് കുടുംബാംഗങ്ങൾക്ക് ഇതിനെതിരായിട്ടുള്ള പ്രചരണം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. സ്കൂളിലും പുറത്തും വേണം. എന്നാലേ നമുക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോലീസ് ഈ കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്കൂൾ പരിസരത്ത്, ഏത് സ്കൂളായാലും സ്കൂൾ പരിസരത്ത് ഈ പാൻ പരാഗ് പോലുള്ള ഈ ലഹരി അതുപോലെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നത് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്താൽ, അതിൻ്റെ ശരിയായ രീതിയിൽ പോലീസിനെ അറിയിക്കുകയൊക്കെ ചെയ്താൽ അത് നമുക്ക് തടയാൻ സാധിക്കും. ഇനി നമുക്ക് ഗ്രേഡ്സ് നോക്കാം. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹൈസ്കൂളിന് ജൂറി പാനൽ നൽകിയിരിക്കുന്ന സ്കോർ 90.8 ഔട്ട് ഓഫ് 100.